ശ്ലോകം 8. അവിടെ അങ്ങോട്ട് കടന്നു. നോക്കിയപ്പോൾ എന്താണ്? സുപ്തം രമാംഗഭുവി, രമയുടെ മടിയിൽ തല വെച്ച് കിടന്ന് ഉറങ്ങണു. ഞാൻ വരുന്നുണ്ടുള്ളൂ ഒന്നും ചിന്തിച്ചിട്ടില്ല. ഇതൊക്കെ ധ്യാനിച്ചാൽ അവർക്ക് അറിയുന്നതാണ്. ഇതില്ല. പങ്കജലോചനം ത്വാം, ഹേ ഗുരുവായൂരപ്പ, മനോഹരനായ അങ്ങ് ഭാര്യയായ രമയുടെ മടിയിൽ തലവെച്ച് കിടന്ന് ഉറങ്ങുന്ന കണ്ടതിൽ ദേഷ്യപ്പെട്ട് വിപ്രേ വിനിഘ്നതി പതേന, ഓടിപ്പോയി നെഞ്ഞത്തൊരൊറ്റ ചവിട്ടാണ്, കാലുകൊണ്ടൊരു ചവിട്ട്. വിപ്രേ വിനിഘ്നതി പതേന, കാലുകൊണ്ടൊരു ചവിട്ടി. ഭഗവാൻ ഞെട്ടി എണിച്ചു. മുതാ ഉദ്ധിതഹാത്വം, സന്തോഷത്തോടി ചിരിച്ചുകൊണ്ടാണ് ഭഗവാൻ ഇതായത്. ഭാഗവതം പറയുന്നു, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കിടന്നത്. ഇങ്ങനെ വരുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് കിടന്നത്. കണ്ണടച്ച് കിടന്നു. മുതാ ഉദ്ധിതഹാത്വം, ചാടി അദ്ദേഹത്തിൻ്റെ കാലം കണ്ട് പിടിച്ചു. സർവം ക്ഷമസ്വ മുനിവരിയ, ക്ഷമിക്കണേ മുനിശ്രേഷ്ഠ, അങ്ങേപ്പോലുള്ളതായ ഒരു മഹർഷീശ്വരനെ ഞാൻ ആദരിക്കാതെ വന്നുവല്ലോ, ക്ഷമിക്കണം. ഭവേത് സദാ മേ ത്വൽപാദചിഹ്നമികഭൂഷണം, അങ്ങയുടെ പാദചിഹ്നം എനിക്ക് നല്ല വേദനയുണ്ട്, എങ്കിലും അതൊരു അടയാളം പോലെയുണ്ട്. അത് എനിക്ക് അലങ്കാരമായിട്ട് ഞാൻ വയ്ക്കും. ഭവേത് സദാ മേ ത്വൽപാദചിഹ്നമികഭൂഷണം, മേ ഭൂഷണം ഭവേത്, എനിക്ക് അലങ്കാരമായി തീരട്ടെ എൻ്റെ ത്വൽപാദചിഹ്നം, അങ്ങയുടെ കാലുകൊണ്ടുള്ളതായ ചവിട്ടിൻ്റെ അടയാളം. ശ്രീവത്സം, ശ്രീയുക്തം വത്സം ശ്രീവത്സം ആചാര്യന്മാർ പറയും. ശ്രീ ലക്ഷ്മീദേവി, ലക്ഷ്മീദേവിയോട് ചേർന്ന മാറിടമാണ് ശ്രീവത്സം. എപ്പോഴാണോ പാലാഴി കടഞ്ഞ് അവിടെ നിന്ന് ലക്ഷ്മീദേവി വന്നപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, മാല കൊടുത്തു കയ്യിൽ. ദേവി, ഇവിടെ 33,000 ദേവന്മാരുണ്ട്, 66,000 അസുരന്മാരുണ്ട്, പിന്നെ ഋഷിമാരുണ്ട്, ആരെ വേണമെങ്കിൽ വരിക്കാം. ദേവിയുടെ ഇഷ്ടം പോലെ ഓരോരുത്തരും അങ്ങോട്ട് തള്ളി. നോക്കിയപ്പോൾ എന്തെങ്കിലും ദോഷമുണ്ട്. അപ്പം ദൂരത്തൊരാൾ നിൽക്കണു, ഒരാഗ്രഹവും ഇല്ലാണ്ട് വേഗം പോയി അയാളുടെ കഴുത്തിൽ മാലയിട്ടു. ആരാത്? വിഷ്ണു. ഒന്നിലും ആഗ്രഹമില്ലാത്ത ആള്, ഒന്നിലും ആഗ്രഹമില്ലാത്ത ആള് തൻ്റെ ഭക്തൻ്റെ കാൽപ്പാട് തനിക്കൊരലങ്കാരമായി സ്വീകരിക്കുകയാണ്. ഭവേത് സദാമേ ത്വൽപാദചിഹ്നമികഭൂഷണം ഇത്യവാദീഹി, ഇതി അവാദീഹി എന്ന് മഹർഷിയോട് പറഞ്ഞു. മഹർഷിക്ക് വളരെ സന്തോഷമായി. നെഞ്ഞത്ത് ചവിട്ടിയിട്ട് ദേഷ്യമില്ലാത്ത ആളല്ലേ. പിന്നെ അവിടെ ഇരുത്തി. പിന്നെ പാല് ധാരാളം ഉണ്ടല്ലോ, ഒരു ഗ്ലാസ് എടുത്ത് കൊടുത്തു. എന്നാൽ ഞാൻ പോയിട്ട് വരട്ടെ. അവിടെ വെച്ച് തന്നെ പറഞ്ഞു, ഭൂമിയിൽ നൈമിഷാരണ്യത്തിൽ ഋഷിമാർ ഇങ്ങനെയൊരു സത്രം നടത്തുന്നുണ്ട്, അതിൻ്റെ ഫലം അങ്ങയ്ക്ക് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നു. ശ്ലോകം 9. നിശ്ചിത്യ തേജസുദൃഢം ത്വയിബദ്ധഭാവാഹ, എപ്പോഴാണോ നൈമിഷാരണ്യത്തിലെത്തിയത് അവരെല്ലാവരും ഇദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഉറപ്പിച്ചു. സുദൃഢം ബദ്ധഭാവ ത്വയി ബദ്ധഭാവ, ഗുരുവായൂരപ്പ അങ്ങയിൽ മനസ്സിനെ അവർ ഉറപ്പിച്ചു. വിഷ്ണുവിനെ തന്നെയാണ് ഭജിക്കേണ്ടത്, വിഷ്ണുവിനെ തന്നെയാണ് ഭജിക്കേണ്ടതെന്ന് തേ നിശ്ചിത്യ അവർ ഉറപ്പിച്ചു. അങ്ങനെ അവർ ആ യാഗം നടത്തി. സാരസ്വതാ മുനിവരാഹ, സരസ്വതി നദീർത്തുള്ളായ ആ മുനിശ്രേഷ്ഠന്മാർ ദധിരേ വിമോക്ഷം, ആ യാത്രം കഴിഞ്ഞപ്പോൾ അവർക്കെല്ലാവർക്കും മോക്ഷം. ദധിരേ വിമോക്ഷം, മോക്ഷത്തെ ധരിച്ചു, മോക്ഷം നേടി.
ഹേ ഭഗവൻ ത്വാമേവമച്യുത പുനഃസ്തുതി ദോഷഹീനം. ഹേ ഭഗവൻ, ഹേ അച്യുത, അവിടെ കൊടുത്തിരിക്കുന്ന ആ നാമം തന്നെ, വിളിച്ചിരിക്കുന്ന നാമം തന്നെ നോക്കും. അച്യുത, ച്യുതിയില്ലാത്തവൻ. നല്ലവണ്ണം മനസ്സിലാക്കേണ്ട ഒരു നാമമാണത്. ന ച്യവതേ ഇതി അച്യുത. ച്യവനം താഴോട്ടുള്ള പതനമാണ്. ച്യവനം പതനമില്ലാത്ത ആൾ, അത് ഈ ഒരു ഭഗവാൻ മാത്രമേ ഉള്ളൂ. അച്യുത, ച്യുതിയില്ലാത്തവൻ. എന്തിനാണ് ച്യുതി? സ്വരൂപ സാമർഥ്യ. ഈ ആത്മാവ് എല്ലാവരുടെ ഉള്ളിലുള്ളതാണ്. ആ ആത്മാവാകുന്ന സ്വരൂപത്തിൽ നിന്ന് ഉള്ള ച്യുതി അത് ഒരിക്കലും ഇല്ല, നമുക്കുമില്ല. നമ്മൾ പക്ഷേ അറിയുന്നില്ല. അപ്പോൾ സ്വരൂപ സാമർഥ്യാൽ ന ച്യവതേ ഇതി അച്യുത. അപ്പോഴേ മുഴുവനാവുള്ളൂ, മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് അത് ഭഗവാനല്ലേ ഗുണമുള്ളൂ, നമുക്കെന്താ ഗുണം എന്നുള്ളതായ ചോദ്യം വരും. അതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അതിന് ആചാര്യന്മാരെ വിൽപ്പത്തി മാറ്റും. ന ച്യവന്തേ ഭക്താഃ ന ച്യവന്തേ ഭക്താഃ യസ്മാൽ സഹ അച്യുതഃ. ന ച്യവന്തേ ഭക്താഃ യസ്മാത്. യസ്മാത് യാതൊരുവിൽ നിന്ന് ഭക്തന്മാർക്ക് ച്യുതിയില്ല. ഭക്താഃ ന ച്യവന്തേ. വിഷ്ണുവിനെ ആര് ഭജിക്കുന്നുവോ അവർക്കൊരിക്കലും പതനമില്ല. അതാണ്. അതുകൊണ്ടാണ് എല്ലാ ദേവന്മാരിലും വെച്ച് ശ്രേഷ്ഠൻ വിഷ്ണു. എന്തുകൊണ്ട്? സത്വഗുണിയാണ്. അതാണ്. തൻ്റെ പരമാത്മാവ് അല്ലെങ്കിൽ ബ്രഹ്മം, തൻ്റെ ആ ചൈതന്യത്തിൻ്റെ കൂടെയുള്ള ശക്തിയാണ് മായ. ബ്രഹ്മം ബ്രഹ്മപ്രകൃതി. ബ്രഹ്മം ബ്രഹ്മപ്രകൃതി. ബ്രഹ്മപ്രകൃതി എന്ന് പറയുന്നതാണ് മായ. ആ മായ നമ്മളെ ബാധിക്കാതിരിക്കാൻ ആ ഭഗവാനെ ഭജിക്കുന്നു. ആ ഭഗവാനെ ഭജിച്ചാൽ അവർക്ക് ച്യുതിയില്ല, പതനമില്ല. എന്തുകൊണ്ട്? അവർക്കും ആ സത്വഗുണം തന്നെ പൂർണ്ണമായിട്ട് കിട്ടുന്നു. അതാണ്. രജസ്തമോ ഗുണങ്ങൾ കുറഞ്ഞ് സമ്പൂർണമായ സത്വഗുണത്തോടുകൂടി ഇരിക്കുന്നവരാണ് വിഷ്ണുവിനെ ഭജിക്കുന്നവർ. അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത്. ഹേ അച്യുത. അങ്ങനെ തൻ്റെ ഭക്തന്മാർക്ക് ച്യുതിയില്ലാതെ നോക്കുന്ന ഭഗവാനെ പുനഃസ്തുതി ദോഷഹീനം. ജനിച്ചു കഴിഞ്ഞിട്ട് പതനമുണ്ടാവും എന്നുള്ള ദോഷം ഇല്ലാത്തവൻ. ദോഷഹീനം. പുനഃസ്തുതി ദോഷഹീനം. പിന്നീട് ദോഷമുണ്ടാവും എന്നുള്ളതായ പതനമുണ്ടാവും എന്നുള്ളതായ ദോഷമില്ലാത്തവർ. സത്വോച്ച ഏകതനും. സത്വ ഉച്ചയ ഏകതനും. വർദ്ധിച്ചതായ സത്വഗുണം. അതാണ് ഉച്ചയം. ശുദ്ധസത്വവൈഭവം. അദ്ദേഹത്തിൻ്റെ ആ തനു ശരീരം സത്വവിഗ്രഹമാണത്. പരമാനന്ദത്തെ പ്രദാനം ചെയ്യുന്നതാണ്. പരമാനന്ദമൂർത്തിയാണ്. സത്വോച്ചൈകതനും. ആരാണത്? ത്വാമേവ. ഗുരുവായൂരപ്പ, അങ്ങ് തന്നെ, അങ്ങ് തന്നെ. വയം ഭജാമഹ. ഞങ്ങൾ ഭജിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ആശ്രയിക്കുന്നു. അങ്ങയ്ക്ക് മാത്രമാണ് ഞങ്ങൾക്ക് പതനമില്ലാതെ ഞങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത്. ഒരിക്കലും നമ്മൾ ലക്ഷ്യം മറക്കരുത്. ഹൃദയസ്ഥിതനായ പരമാത്മാവിനെ പ്രാപിക്കുക, അനുഭവിക്കുക, ഇതാണ് നമ്മുടെ മനുഷ്യനായ ലക്ഷ്യം.
രണ്ടാമതൊരു ലക്ഷ്യം പാടില്ല. ഒരൊറ്റ ലക്ഷ്യം. ഹൃദയസ്ഥിതനായ പരമാത്മാവാണ് ഈ ഉള്ളിലിരിക്കുന്നത്. ആ പരമാത്മാവിനെ ഞാൻ ഈ ശരീരം പോകുന്നതിന് മുമ്പ് സാക്ഷാത്കരിക്കും, ഉറപ്പിക്കും. അതാണ് നമ്മുടെ ലക്ഷ്യം. കിട്ടിയില്ല, വേണ്ട, അടുത്ത ജന്മത്തിൽ നോക്കാം. പക്ഷെ നമ്മൾ ഉറപ്പിക്കണം, ഞാൻ പ്രാപിക്കുമെന്ന് ഉറപ്പിച്ച പ്രയത്നിക്കൂ. കർമ്മങ്ങളെല്ലാം അങ്ങനെയുള്ളതാവണം. സത്വോച്ചൈകതനും, ഉയർന്നതായ സത്വഗുണത്തോടുകൂടിയ ശരീരം. സത്വോച്ചൈകതനും. സത്വോച്ചൈകതനും എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, പട്ടേരി ആരാണ്? ത്വാമേവ ത്വാമേവ. അങ്ങ് തന്നെയല്ല ഡാര്, അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. വയം ഭജാമഹ, ഞങ്ങളങ്ങയെ ഭജിക്കുന്നു, ഞങ്ങളങ്ങയെ ആശ്രയിക്കുന്നു. ഭജിക്കുക, ആശ്രയിക്കുക. ഭജ് സേവായ, ആശ്രയിക്കുക.